ഇന്നിപ്പോൾ രാത്രി കിടക്കാൻ കിട്ടിയ സ്ഥലമാണ് കേട്ടത്. അടപടലം മൂഞ്ചിയ നമ്മുടെ നോർത്ത് ഈസ്റ്റ് ട്രിപ്പിന്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ റിഷ് ആൻഡ് ദിസ് ഈസ് യായ. 1.5 മാസം നോർത്ത് ഈസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള പ്ലാനിലാണ് ഇത്തവണ നമ്മൾ നോർത്ത് ഈസ്റ്റിലേക്ക് ഇറങ്ങുന്നത്. കേരളത്തിൽ നിന്നും 2 ട്രെയിനുകളാണ് ഗുവാഹട്ടിയിലേക്കുള്ളത്. ഗുവാഹട്ടിയിലേക്കാണ് നമ്മൾ നോർത്ത് ഈസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ടത്. പാലക്കാട് ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. 22503 വിവേക് എക്സ്പ്രസ് ആൻഡ് അരുണേ എക്സ്പ്രസ് 12507 എന്നീ 2 ട്രെയിനുകളാണ് കേരളത്തിൽ നിന്നും ആസാമിലെ ഗുവാഹട്ടിയിലേക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 2 ട്രെയിനുകളാണെങ്കിലും AC ടിക്കറ്റുകൾ മാത്രം എടുക്കാൻ ശ്രമിക്കുക. സ്ലീപ്പർ വൻ അവസ്ഥയാണ്. ഏകദേശം 55 മണിക്കൂർ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങിയ നമ്മൾ ആദ്യമായിട്ട് പോയത് കേരള ഭവൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് അവിടേക്കാണ്. 1.5 മാസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് ഇവിടെ കഴിഞ്ഞാൽ പിന്നെ നല്ല ഫുഡൊക്കെ കിട്ടൽ വളരെ ചാൻസ് കുറവാണ്. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തട്ടി പുറത്തിറങ്ങിയിട്ട് ഓലി ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ടോ ആരും വരുന്നത് കാണില്ല. എല്ലാവരും വിളിച്ച് ജസ്റ്റ് കട്ടാക്കുകയാണ്. കാരണം പിന്നെയാണ് മനസ്സിലായത് നല്ല ബിസി ഏരിയയാണ്, അതുകൊണ്ടാണ് അവർ വരാത്തത്. ബൈക്ക് ബുക്ക് ചെയ്ത സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. പിന്നെ ഇനിയിപ്പോൾ ഓട്ടോ തന്നെ ശരണം. അപ്പോൾ ഓട്ടോക്ക് ചോദിച്ചപ്പോൾ 250 രൂപയാണ് പ്രൈസ് വരുന്നത്. ഓലി ഊബറിലൊക്കെ വെറും 180 140 ഒക്കെ പ്രൈസ് കാണിച്ചിട്ടുള്ളൂ. ഇവിടെയാണ് നമ്മൾ ബൈക്ക് ബുക്ക് ചെയ്തത്. trivain.com. ഇവരാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ബൈക്ക് തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ആക്ച്വലി ഇവിടെ എത്തിയ സമയത്ത് തന്നെ ഇവർ നമുക്ക് വണ്ടി എടുത്തിട്ട് ടെസ്റ്റ് ഡ്രൈവിനൊക്കെ തന്നിട്ടോ. ടെസ്റ്റ് ഡ്രൈവൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് എടുത്താൽ മതി എന്നാണ് അവർ പറഞ്ഞത്. ഓൺലൈനൊക്കെ ബൈക്കിന് റെൻറ്റ് ചെക്ക് ചെയ്ത സമയത്ത് ഒരു മാസത്തേക്കിന് 24,000 30,000 ഒക്കെയാണ് പല ടീമും പല റേറ്റുമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ പ്രൈസ് എന്ന് പറഞ്ഞാൽ 17,000 രൂപക്കാണ് 1 മന്തിലേക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഫസൽ ബ്രോ എന്ന് പറഞ്ഞ ഒരാളെയാണ് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ മൂപ്പരാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ പ്രൈസിന് സാധനം സെറ്റ് ചെയ്യുന്നത്. മൂപ്പരെ കോൺടാക്ട് നമ്പർ ഞാൻ അതിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ബൈക്ക് റെൻറ്റിന് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഒറിജിനൽ ID കാർഡ് ഇവരെ കയ്യിൽ കൊടുക്കണം കേട്ടോ. പ്ലസ് ഫുള്ള് ക്യാഷും എമൗണ്ട് കൊടുക്കണം. പിന്നെ പ്രത്യേകിച്ച് അഡ്വാൻസ് കാര്യങ്ങളൊന്നും ഇവർ ചോദിച്ചില്ല. സാധാരണ അഡ്വാൻസ് ഒക്കെ ഇവർ വാങ്ങാറുണ്ട് നമ്മുടെ അടുത്ത് നിന്ന്. അതൊന്നും ഇവർ വാങ്ങിയിട്ടില്ല. ഈ സേഫ്റ്റി ഗിയർ സാധനങ്ങളൊന്നും അവർ തന്നല്ലോ കേട്ടോ. അതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കെട്ടിപ്പൊന്നി കൊണ്ടുവന്നതാണ്. ഇവർ 2 ഹെൽമെറ്റും ബാക്കിൽ ലഗേജ് വെക്കാനുള്ള കാര്യം ഇവർ തന്നെ സെറ്റാക്കി തരും. അംഗത്തിന് പോവുകയാണ് ഗൈസ്, അംഗത്തിന് പോവുകയാണ്. വാള് പരിചയമൊക്കെ സെറ്റാണ്. വാള അവിടെ കിടക്കുന്നത് ഇതുണ്ട്. നമ്മളെ വാള് വാളുണ്ടില്ല, പരിചയമാണ് കിട്ടുന്നത്. ഈ പരിചയം ഒന്ന് നമ്മളിതാ സാധനമായിട്ട് കയറി നമ്മൾ വേറെ ലെവലിലേക്കാണ് മാറും. ഇതൊക്കെ സ്വന്തമായിട്ടുള്ള കേട്ടോ. ഇത് വേറെ ആൾക്കാരെ പോലെ ഞാൻ അടിച്ചു മാറ്റുന്ന കട വാങ്ങിയതൊന്നുമല്ലോ. ഓഹോ, സ്വന്തം സാധനമാണ്. നമുക്കിട്ടാണല്ലോ പച്ചമ്പി, നമ്മക്കിട്ടുള്ളത്. പെർഫെക്ഷൻ അത് കഴിഞ്ഞിട്ട് വേറെ എന്തോ കയ്യും കാലവും നല്ലോണം ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ബാക്കി പരിപാടി എടുക്കും. അങ്ങോട്ട് പോകേണ്ടി മാപ്പിൽ അങ്ങോട്ടാ പറയും. 2 റോഡുണ്ട്. ഫസ്റ്റ് നമ്മുടെ പ്ലാൻ കാസിരംഗ നാഷണൽ പാർക്ക് വിസിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ തവാങ്ങിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഐശ്വര്യമായിട്ട് ആദ്യം നമുക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് തുടങ്ങാം. ഫുൾ ടാങ്ക് ഗൂഗിൾ പേ ആണോ? ഗൂഗിൾ പേ ആണോ? കുറവല്ലോ. ടാങ്കെപ്പോഴാണ് 98 അവിടെ 103. ഇവിടെ പെട്രോളിന് കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് കുറവാണ് കേട്ടോ. 98 രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. ഗുവാഹട്ടിയിൽ നിന്നും കാസിരംഗ നാഷണൽ പാർക്കിലേക്ക് 162 കിലോമീറ്റർ, അതായത് 3 മണിക്കൂർ മാത്രമാണ് ട്രാവലിംഗ് ടൈം ഉള്ളത്. അവിടെ ചെന്നിട്ട് വേണം ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിൽ നിന്ന് കണ്ട് കെട്ടിപ്പിടിക്കാൻ. വരാനുള്ളത് വഴി തങ്ങൂലല്ലോ. ഒറ്റക്കൊമ്പുള്ളത് ഒറ്റ ആണിയായിട്ട് തന്നെ വണ്ടിക്ക് കിട്ടിയിട്ടുണ്ട് പഞ്ചറായിട്ട്. എന്താ പറയണത്? ഇതൊക്കെയാണ് നമുക്ക് ട്രിപ്പിൽ ഒരു ഏറ്റവും നമുക്ക് സന്തോഷം തരുന്ന, ഏറ്റവും കൂടുതൽ സങ്കടം തരുന്ന സാധനം. ടയർ പഞ്ചറായി ഗൈസ്. അത് എവിടെ ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു നിലക്ക് ഒരു 10-20 കിലോമീറ്ററിനുള്ളിൽ റൂംസ് കാര്യങ്ങൾ ഒരു സംഭവമില്ല. പെട്രോൾ പമ്പ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഉണ്ടിയാണെങ്കിൽ കയറി കിടക്കാൻ പറ്റിയ സ്ഥലത്ത് പോയി കിടക്കാനുള്ള ഉദ്ദേശത്തിന് പോവാണ്. ആകെ ലോക്കായി സത്യത്തിൽ. മഴയും നല്ല മഴയും പെയ്യുന്നുണ്ട്. ഇതാണിപ്പോൾ നമ്മുടെ സെറ്റപ്പ്. വെജാതി ഇതാ ഇന്നിപ്പോൾ രാത്രി കിടക്കാൻ കിട്ടിയ സ്ഥലമാണ് കേട്ടത്. വേറെ ഒരു വഴിയില്ല. ടയറും പഞ്ചർ അതന്നെ കിട്ടിയ വലിയ വാങ്ങി. വൈകുന്നേരമാണ് രാത്രി 10:30 മണിയാണ്. എവിടെയെങ്കിലും സ്ഥലത്ത് കട കിടക്കാൻ കിട്ടുന്നത് രാവിലെ പഞ്ചറൊട്ടിച്ചിട്ട് നേരെ സ്ഥലത്തേക്ക് പോകണം. ഈ സ്ഥലത്ത് ഡേ 1 ഡെഡായി കിടക്കി ഉറങ്ങിക്കോതാ.
ലെഗ് പാഡ് ഉണ്ട്, 2 ഡ്രസ്സ് ഉണ്ട്. ആ കിടന്നോ, പാത്രം കണ്ടോ, വെള്ളം ഇതിനൊക്കെ വെള്ളം വെക്കണം, മുകളിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. സിമെൻറ്റിൻ്റെ കാറ്റ്, വൻ സെറ്റപ്പ്, വൻ റിച്ച് സെറ്റപ്പിടാ നമ്മുടെ കളി. നമ്മളങ്ങനെ ഇങ്ങനെ തോറ്റു കൊടുക്കില്ല, അത് വേറെ കാര്യം. എന്താ ഇപ്പോൾ രാത്രി 1 മണിക്ക് റോഡ് സൈഡ് വന്ന് നിൽക്കണേ? എന്താ ഇവിടെ കൊതുകിൻ്റെ കടിയിലുണ്ടിട്ടേ പുറത്തിറങ്ങി പോന്ന, പുറത്തിരുന്നിട്ടും കൊതുക് കടിയോട് കടി. ഇവിടെ പുറത്തിറങ്ങി ഇവിടെ വന്നപ്പോൾ റോഡ് സൈഡിൽ നിന്നപ്പോൾ വണ്ടിൻ്റെ കാറ്റുള്ളതുകൊണ്ട് കൊതുക് വരുന്നില്ല. ആകെ ഒരു ആശ്വാസത്താണ്. രാത്രി 1:30 മണിയായി, കൊതുകിനിടയിൽ കൊണ്ടിട്ടുണ്ട്. അമ്മോ, പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ മേത്തിട്ട് കിടന്നതാ. കുറച്ചു നേരം കുഴപ്പമൊന്നുമില്ല. ഇനി പിന്നെ നോക്കിയപ്പോൾ പെരുങ്കടി, നോക്കിയപ്പോൾ എണീറ്റ് പോയിക്കണം. ഇതുള്ളതുകൊണ്ട് എൻ്റെ മേത്തേനി മൊത്തം കൊതു. എണീറ്റ് പോയപ്പോൾ ഈ കടിയും കിട്ടി. ചെവിയിൽ നിന്നിട്ട് കൂന്ന് ഒരടി ചെവിയും കൂട്ടി 2 അടിച്ച് വരുന്നില്ല. ഊ, അതിൽ എണീറ്റ് നോക്കി വന്ന കാണുന്നത്. ഞാൻ ചന്ന കുറുവാസൊക്കെ കൊണ്ടുപോയിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന് സ്റ്റേ ചെയ്ത സ്ഥലം. വണ്ടി ഇതാ പഞ്ചറായി കിടക്കാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉന്താണ് വണ്ടി. ഈ സാധനം എന്ന് പറഞ്ഞാൽ കടിച്ചാലും പിടിച്ചാലും നീങ്ങാത്തൊരു വല്ലാത്തൊരു മുതലാണിത്. നമുക്കൊരു വിധം കൈയോട് ഉന്തിയാലൊന്നും സാധനം നീങ്ങണില്ല. വണ്ടി ഓണാക്കി സ്റ്റാർട്ട് ചെയ്തിട്ട് മൂവ് ചെയ്യൽ മാത്രമേ ഇതിനൊരു ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ നമ്മൾ തള്ളാൻ പോവാണ്. കമോൺ യായ, ലെറ്റ്സ് തള്ളൽ യായ, കമോൺ. പിന്നെ ഈ മുതലേ ഞാൻ കാനഡയിൽ നിന്ന് ഇറക്കുമതില്ല. ഇതുപോലെ ബൈക്ക് തള്ളാനൊക്കെ സ്പെഷ്യലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. പാവം, അവിടെ നല്ല ലൈഫ് അടിച്ചു പൊളിക്കുന്ന ഒരാളെ പിടിച്ചിട്ടാണ് ഞാൻ അവിടെ കൊണ്ടുപോകുന്നത്, കഷ്ടപ്പെടുത്തത്. അടിപൊളി സ്ഥലങ്ങളൊക്കെ അടിപൊളി സ്ഥലല്ലേ, ആസ്വദിക്കാൻ പറ്റണില്ല. ആസ്വദിക്കാമല്ല, മൂഡില്ല. ആ മൂഡല്ല, ഇതൊന്ന് റെഡി ആക്കിയിട്ട് വേണം മൂഡ് റെഡി ആക്കാൻ. ചോളം നൈസ്. ഇത്ര നല്ല റോഡായിരുന്നില്ല അത്? രാത്രി നമുക്കൊന്നും മനസ്സിലായില്ല. ഇല്ല. വണ്ടി റെന്റിന് എടുക്കുമ്പോൾ ഒരിക്കലും ഈ സ്ക്രാം എടുക്കരുത്. കാരണം എന്താ വെച്ചാൽ ഇതിന് സെൻട്രൽ സ്റ്റാൻഡ് ഇല്ല. സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ 2 ആളും കൂടി പിടിച്ച് ഹൈറ്റിൽ പൊക്കിയിട്ടാണ് ഈ 2-4 കട്ട വെച്ചിട്ടാണ് ഇവ നിൽക്കുന്നത്. മേലാലൊരാൾ ഇങ്ങനത്തെ ഈ വണ്ടി ജന്മത്തിലെടുക്കരുത്. ഞങ്ങൾ തന്നെ ഇനി വണ്ടി മാറ്റി കൊടുത്ത് വേറെ ഹിമാലയൻ ഏത് എടുത്താലെന്ന് ആലോചിക്കുകയാണ്. പ്രൈസ് കുറച്ച് കുറവുണ്ട്, 17 റുപ്യ ആകെ റേറ്റ് വരുന്നത്. ആ ഒരു കണ്ടീഷനിൽ എടുത്താണ്. പക്ഷേ വാണ്ടില്ലേ, വാൻ പെടലായി പോയി. ഇന്നലെ രാത്രിയൊക്കെ പെട്ട സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് 3 മണിക്കൂറാണ് നമ്മൾ ഈ വണ്ടി പിടിച്ച് നിൽക്കേണ്ടി വന്നത്. കാരണം സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ഇത്ര സീനില്ലായിരുന്നു. ആ സെൻട്രൽ സ്റ്റാൻഡ് പെട്ടെന്ന് ആ പരിപാടി കഴിഞ്ഞു. പിന്നെ ഇയാൾക്കാണ് ഇതൊന്നും ഫിറ്റ് ചെയ്ത് യാതൊരു പരിചയമില്ല. ലോറിൻ്റെ ഒക്കെ പഞ്ചർ അടിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ബൈക്കിൻ്റെ ആ ഒരു ബ്രേക്ക് പാഡ് കാര്യങ്ങൾ ഫിറ്റ് ചെയ്യുന്ന ഭാഗമൊന്നും ഇയാൾക്ക് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് അത്രയും ടൈം എടുത്തത്. ഇങ്ങനത്തെ ഏരിയയിലൊന്നും പെഡോക്ക് സ്റ്റാൻഡ് ഒന്നും കിട്ടുക വിചാരിച്ചിട്ട് പോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ആ സാധനം ഈ ഭാഗത്തൊന്നും ഇവർക്ക് എന്താണെന്ന് പോലും അറിയില്ല. ആകെ മൂഞ്ചി തെറ്റി കിളി പോയി നിൽക്കുമ്പോഴാണ് ഫസൽ ബ്രോ വിളിച്ചിട്ട് അവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അവിടേക്ക് വരാൻ പറഞ്ഞ് വിളിക്കുക. ഏതായാലും കൊതുകിൻ്റെ മൂളിപ്പാട്ടും കടിയും കൊണ്ട് ഇന്നലെ ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഏതായാലും ഫസൽ ബ്രോൻ്റെ പ്രോപ്പർട്ടിക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഫസൽ ബ്രോൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, സി യു.